Yes. Good morning, all. The meeting in connection with 7 a.m. coffee talk is hereby called to order. 969 ദിവസമായി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വീണ്ടും ഒരിക്കൽ കൂടി കാണുകയാണ് പുതിയ മുഖങ്ങളും പഴയ മുഖങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ പഴയ മുഖങ്ങളൊക്കെ പുതിയ മുഖങ്ങളായിട്ട് മാറുന്നില്ല നല്ലൊരു കോൺഫിഡന്റ് ഉണ്ട്. കാരണം അന്ന് വന്ന കുറവൊക്കെ നമ്മൾ പുതിയതിൽ മാറ്റാനുള്ള ഒരു സാഹചര്യം കാണുമെന്നാണ് കഴിയുന്നത്. ഇന്ന് രാവിലെ തന്നെ ഞാനൊരു ഹോട്ടൽ ബിസിനസ്സുകാരന്റെ വീഡിയോ കാണാനിടയായി. അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരുടെ കടയിൽ പോയിട്ട് ഫുള്ള് ഭക്ഷണം കഴിക്കും എന്നിട്ട് കംപ്ലൈന്റ് പറയാന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരാളുടെ പരാജയം കാണാൻ വേണ്ടി നമ്മൾ നിലകൊണ്ട നമ്മളുടെ പരാജയം നമ്മുടെ നെറുകയിൽ മുട്ടിടുന്നുള്ള ചിന്ത മനുഷ്യന്മാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കുറെ മറ്റുള്ളവരെ ജഡ്ജിയിൽ നിർത്തുന്നതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മൾക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ കൂടെ നമ്മളൊന്ന് യാത്ര ചെയ്താൽ നമുക്ക് മറ്റൊരാളെ വിലയിരുത്താനുള്ള ടൈം കിട്ടൂല എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും വളരെ സന്തോഷം. ഇന്നത്തെ ഈ ദിവസം ധന്യമായി ധന്യമായി തീർക്കാനുള്ള ഒരു അവസരം തന്ന ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ഇന്ന് വെൽക്കം പറയാൻ വേണ്ടി നമ്മളുടെ ഏവരുടെയും പ്രിയപ്പെട്ട അമ്പിളി മാം, അവരെ കുറിച്ചിട്ട് ഞാൻ വർണ്ണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോ പല പല പൊസിഷനുകളിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് മേഖലയായിട്ടും മറ്റുള്ള ലെവലിലൊക്കെ ആയിട്ട് അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവിധ ആശംസകളും കോഫി ടോക്കിന്റെ നേരുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട അമ്പിളി മാമിനെ ഇന്നത്തെ വെൽക്കം പറയാൻ വേണ്ടി ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം അമ്പിളി മാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും സ്നേഹപൂർവ്വം നമസ്കാരം. ജീവിതം നിരന്തരമായ ഒരു ഓട്ടമാണ്. നേട്ടങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ ചിലപ്പോൾ നാം മറന്നു പോകുന്നത് നമ്മെ തന്നെയാണ്. ഒരു നിമിഷം നമ്മുടെ ശ്വാസത്തെയും അല്ലെങ്കിൽ ഹൃദയത്തിന്റെ താളത്തെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിന്തകളുടെ ശബ്ദത്തിനിടയിൽ സോളിന്റെ നിശബ്ദതയെ കണ്ടെത്താൻ കഴിയും. ജീവിതത്തെ എപ്പോഴും മാറ്റിമറിക്കുന്നത് വേഗമായിരിക്കില്ല. ചിലപ്പോൾ ഒരു നിമിഷത്തെ നിശബ്ദതയും സ്വയം ഉള്ളിലേക്കുള്ള ഒരു യാത്രയുമായിരിക്കും. 7 AM കോഫി ടോക്ക് 969 ദിവസം ഈ സ്വാഗതം ആശംസിക്കാൻ അവസരം തന്ന ചെയർമാൻ, താങ്ക് യു. ആദ്യമായി സ്വാഗതം ചെയ്യുന്നു വൈബ്രന്റ്, യങ്, പാഷനേറ്റ്, സക്സസ്ഫുൾ ബിസിനസ്മാൻ ആൻഡ് ഡിസൈനർ കൂടിയായ ഇന്നത്തെ ചെയർമാൻ ഉസ്മാൻ സാർ, സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ട്രെയിനറായ JFM അനുജ മലയിൽ മാം, JSA ഇന്ത്യ സോൺ ട്രെയിനർ പ്രൊവിഷണൽ, അതായത് ഒരു ട്രെയിനറെ ഒരുക്കി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് കടന്നാൽ മാത്രം മതി. സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാം. കോഫി ടോക്കിന്റെ ഫൗണ്ടർ ഡോക്ടർ ഇഷാം സാർ, വെൽക്കം ടു ദ ഫ്ലോർ. ഈ പ്ലാറ്റ്ഫോം ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളാഞ്ചേരി റോയൽസ്, നിലമ്പൂർ ഡാഫോഡിൽസ്, വെൽക്കം ടു ദ ഫ്ലോർ. ഇത്രയും ദിവസം കൺസിസ്റ്റന്റ് ആയി കോഫി ടോക്കിന്റെ ജൈത്രയാത്ര തുടരാൻ സഹായിക്കുന്ന കോഫി ടോക്കിന്റെ പില്ലേഴ്സ്, ഇൻസ്പയറിംഗ് കോർഡിനേറ്റേഴ്സ് ശ്രീജിത്ത് സാർ, രേഖ മാം, മുജീബ് സാർ, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇൻസൈറ്റ് ക്യു സർ, മനോജ് സാർ, വെൽക്കം ടു ദ ഫ്ലോർ. ഓരോ പാർട്ടിസിപ്പന്റും ഈ പ്ലാറ്റ്ഫോമിന്റെ പവറാണ്. ഓരോ പാർട്ടിസിപ്പൻസിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിശീലനം എല്ലാവർക്കും അറിവും പ്രചോദനവും പകരുന്നതാകട്ടെ എന്ന് ആശംസിക്കുന്നു. പോസ് ആൻഡ് പ്ലഗ് ഇൻ എന്ന ഈ പരിശീലന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഏവരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു എവരിവൺ. ഹാവ് എ ബ്ലിസ്ഫുൾ ഡേ. ഓവർ ടു ചെയർ. താങ്ക് യു അമ്പിളി മാം. വാക്കുകൾ കൊണ്ട് വാചാലം അടിക്കാതെ വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാവരെയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വെൽക്കം ഇവിടെ അവതരിപ്പിച്ചത്. കോഫി ടോക്കിന്റെ ഒരു ഏറ്റവും വലിയൊരു അസറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വാക്കുകൾ കൊണ്ട് വാചാലം അടിക്കാൻ എല്ലാവരും ഇതിൽ വന്നവരൊക്കെ ഏകദേശം പഠിച്ചു എന്നുള്ളതാണ്. അതും എവിടെ എന്ത് ഡെലിവറി ചെയ്യണം എന്നാണ് മനസ്സിലായത്. എല്ലാവരും സംസാരപ്രിയരാണ്, ആരും സംസാരപ്രിയരൊന്നും അല്ല. പക്ഷെ എല്ലാവരും ഉള്ളിന്റെ ഉള്ളിലുണ്ട് എന്തൊക്കെയോ സംഭവങ്ങൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് കത്തിക്കാനോ ഉള്ളൊരു തീവ്രമായ പരിശ്രമമാണ് ഈ കോഫി ടോക്കിലൂടെ 969 ദിവസമായിട്ട് നടക്കുന്നത്. ഇന്ന് നമുക്ക് ട്രെയിനിങ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അനുജ മലയിൽ, സോൺ ട്രെയിനറാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക. വിഷയം ഫിസിക്സ് ആണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസെന്റ് കൗൺസിലിംഗ് സെല്ല് നിലവിൽ MSc കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ് മാം. വയനാട്ടിൽ താമസം, കുറ്റ്യാടി, കോഴിക്കോട്. ഭർത്താവ് വിനോദ് PK, അസിസ്റ്റന്റ് പ്രൊഫസർ, ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോഴിക്കോട്. ശ്രേയ, സിദ്ധി എന്നിവർ മക്കളാണ്. ഏതായാലും ഇന്നത്തെ പോസ് ആൻഡ് പ്ലഗ് ഇന്ന ടോപ്പിക് അവതരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് വിവരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാമിനെ സ്നേഹപൂർവ്വം ഈ ഫ്ലോറിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് ഈ ഫ്ലോർ കൈമാറുകയും ചെയ്യുന്നു. പ്ലീസ് വെൽക്കം മാം. താങ്ക് യു സോൺ 28. അതുപോലെ സ്വാഗതം ചെയ്ത അമ്പിളി മാമിനും
പ്രത്യേകം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഉസ്മാൻ സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. സോൺ എനിക്ക് ഇന്ന് ഫീൽ ചെയ്തത് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നപ്പോൾ തന്നെ ഒരു മോർണിംഗ് ടോക്ക് 1000 എപ്പിസോഡ് ആവാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിന് പിന്നിലെ കോർഡിനേറ്റേഴ്സിന്റെ ആ ഒരു എഫേർട്ട്, അതുപോലെ അതിൽ പങ്കെടുക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിന്റെയും ആ ഒരു എന്തൂസിയാസം. അത് മാത്രമല്ല, ഞാൻ രാവിലെ 7 മണിക്ക് തന്നെ ഈ പിന്നെ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ കണ്ടത് ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ആ ഒരു ചിറ്റ് എത്ര ഹാപ്പി ആയിട്ടാണ് ഓരോരുത്തരും ഇന്ററാക്ട് ചെയ്യുന്നത്. സോ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് ഈ ഒരു 1000 ദിവസം കൊണ്ട് ഈ ടീമിലുള്ള എല്ലാവരും തന്നെ ഒരു ഫാമിലി ആയിട്ട് മാറിയിട്ടുണ്ടാവും എന്ന് എനിക്കിത് മനസ്സിലായി എന്നുള്ളതാണ്. സോ കണ്ടുനിന്ന ഞാൻ പോലും ശരിക്കും എനർജൈസ്ഡ് ആയി, വളരെ ഹാപ്പി ആയി. സോ ഈ ഒരു സൗഹൃദം ഇതുപോലെ തന്നെ മുന്നോട്ട് പോവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ ടോപ്പിക് പോസ് ആൻഡ് പ്ലഗ് ഇൻ. സോ പോസ് ചെയ്യേണ്ടത് എപ്പോഴാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം എൻ്റെ ഒരു ടോപ്പിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. കാരണം ഒരു 1000 എപ്പിസോഡ് ട്രെയിനിങ് നേടിയ ആളുകളോടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ മനുഷ്യനെ മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചിന്താശേഷി തന്നെയാണ്. ചിന്തിക്കുന്നതോട് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇമോഷൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. സോ ഇന്റൻസ് ഇമോഷൻസ് വരുന്ന സമയത്തെല്ലാം നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ നമുക്കോ നമ്മുടെ സൊസൈറ്റിക്കോ നെഗറ്റീവായി വരുന്ന സമയത്ത് നമുക്കത് പോസ് ചെയ്യേണ്ടത് ഏറ്റവും എളുപ്പം അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് പോസ് ചെയ്യുന്നതിലൂടെ തന്നെയാണ്. സോ ഏറ്റവും നമ്മളെല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഈ പ്ലാറ്റ്ഫോമിൽ രാവിലെ വന്നപ്പോൾ തന്നെ ആരോ കമന്റ് പറയുന്ന കേട്ടു, കൂടുതലും ലേഡീസ് ആണ് വന്നിട്ടുള്ളത് എന്ന്. എനിക്ക് തോന്നുന്നു ഈ ലേഡീസ് തന്നെയാണ് പലപ്പോഴും ഇമോഷൻസിലൂടെ എക്സ്പ്രസീവ് ആവുന്നതും ഇമോഷൻസിലൂടെ ജീവിക്കുന്ന ആളുകളും ഈ ലേഡീസ് ആണെന്ന് തോന്നുന്നു. എന്ന് വെച്ച് പിന്നെ പുരുഷന്മാർക്ക് ഇമോഷൻസ് ഇല്ല എന്നല്ല, പക്ഷെ എല്ലാ ഇമോഷൻസും നമുക്കറിയാം പുരുഷന്മാര് അത്ര എക്സ്പ്രസീവ് അല്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരുപോലെ എക്സ്പ്രസീവ് ആവുന്ന, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഇമോഷൻ തന്നെ എടുത്ത് ഡീൽ ചെയ്യുക എന്നാണ് വിചാരിക്കുന്നത്, ആങ്കർ. സോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഈ ഒരു ഹാങ്കർ മാനേജ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ പിന്നീടും റിപ്പീറ്റ് ചെയ്യുന്ന കേൾക്കുന്നത്. എന്നാലും ഒരു ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ അത് നമ്മളെ സ്വാധീനിക്കപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ദേഷ്യം പിടിക്കാത്തവര് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യം ഇറലവന്റ് ആണെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ മനുഷ്യന്മാര് ആരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദേഷ്യം പിടിക്കാത്തവരാരും ഉണ്ടായിരിക്കില്ലല്ലോ. സോ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദേഷ്യം വരുമ്പോൾ അതിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നവര് എത്ര പേരുണ്ട് ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയാൻ പറ്റുമോ? എപ്പോഴും ഇല്ലെങ്കിലും ഒരു മോസ്റ്റ് ഓഫ് ദി ടൈം ആ ഒരു ആങ്കറിനെ സക്സസ്ഫുള്ളി ഞാനത് ടാക്കിൾ ചെയ്തല്ലോ, ആ ഒരു ഇഷ്യൂ ഞാൻ നല്ല രീതിയിൽ ടാക്കിൾ ചെയ്തല്ലോ എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉള്ള ആളുകള് എത്ര പേരുണ്ട് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടുണ്ട് മാം, ഷുവർ ആയിട്ടുണ്ട്. മനോജ് സാർ പറയുന്നത് അതെ, ഓക്കെ. അത് പറഞ്ഞതായിരുന്നു, പേരെന്തായിരുന്നു? ശ്രമിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് വിസ്മയ. കബീർ സാർ ചെയ്യാറുണ്ട് എന്ന് പറയുന്നു. മനോജ് സാർ പറയുന്നുണ്ട്. ഉസ്മാൻ സാർ പറയുന്നുണ്ട്. ഗീതു പറയുന്നുണ്ട് പറ്റാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. സോ വലിയ സന്തോഷം. ഈ ഗ്രൂപ്പിലുള്ള കുറെ പേര് ഒക്കെ ദേഷ്യം മാനേജ് ചെയ്യാൻ പറ്റുന്നവരാണ് എന്നാണ് പറയുന്നത്. നമ്മൾ ആ ഒരു രീതിയിൽ ശ്രമിക്കുകയാണെങ്കിൽ, അറിയുകയാണെങ്കിൽ, അവെയർ ആവുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു 20 വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡിലുള്ള ആളാണ്.
എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഒരു 5-8 വർഷം മുൻപേ വരെ ഇതെനിക്ക് തീരെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരാളായിരുന്നു ഞാൻ വളരെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പ്രത്യേകിച്ച് ടീച്ചിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തിട്ടാവും. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി ഒരു അഡോളസൻസിനെ എപ്പോഴും ഡീൽ ചെയ്യുമ്പോൾ ഡിസിപ്ലിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അങ്ങോട്ട് സഡൻ ആങ്കർ ഔട്ട്ബേസ്റ്റ് ഉണ്ടായി. ഒരു പക്ഷെ അന്ന് മുഴുവൻ തലവേദനിച്ച് അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോകുന്ന സിറ്റുവേഷൻസ് വരെ എൻ്റെ ടീച്ചിങ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനെക്കുറിച്ച് അവെയറായി അതുപോലെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് അത് മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ അങ്ങനെയുള്ള സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഞാൻ ദേഷ്യത്തിലാണ്. നമ്മുടെ ഇമോഷൻസ് അറിയാണല്ലോ ആദ്യത്തെ സ്റ്റേജ്, അവയർനെസ് ആണ് ആദ്യത്തെ സ്റ്റേജ്. സോ ദേഷ്യത്തിലാണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട് എന്നുള്ളതാണ്. സോ പറ്റില്ല എന്ന് പറഞ്ഞ കമന്റ് ഇട്ട ആളുകൾക്കും പറ്റാവുന്ന കാര്യമേ ഉള്ളൂ എന്നുള്ളതാണ്. സോ ഒരു ഇന്റൻസ് ഇമോഷൻസ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം അത് പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഒപ്പം നമുക്ക് ഒരുപാട് ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യാം. സോ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ഗ്രൂപ്പിലെ യെസ് എന്ന് പറഞ്ഞല്ലോ, മാനേജ് ചെയ്യാൻ നമുക്ക് ഒരുപാട് വഴികൾ പ്രയോഗിക്കാം. ആക്ച്വലി ഇതൊരു ട്രെയിനിങ് സെഷൻ ആണെങ്കിലും ഞാൻ വിചാരിക്കുന്ന ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ ഒരു സംസാരം പോലെ ഒരു കോഫി ടോക്ക് എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ ടോക്കായി മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇതിൽ യെസ് എന്ന് പറഞ്ഞവര് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ഞങ്ങളുമായിട്ട്? ഏതൊക്കെ രീതിയിലാണ്, എന്തൊക്കെ ടെക്നിക്കാണ് നിങ്ങൾ യൂസ് ചെയ്യാറുള്ളത്, എങ്ങനെയാ നിങ്ങൾ ആങ്കർ മാനേജ് ചെയ്യാറുള്ളത് എന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ഒരു മിനിറ്റ് അങ്ങ് സൈലന്റ് ആകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ സാർ. രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് ആ സ്ഥലത്ത് നിന്ന് മാറുക എന്നുള്ളതാണ്. എവിടെയാണോ നമ്മളിപ്പം വൈഫിന് കിച്ചണിൽ വൈഫിനുമായിട്ടാണെന്ന് വന്നെങ്കിൽ കിച്ചണിൽ നിന്ന് പോവുക, ഫ്രണ്ട് സിറ്റ് ഔട്ടിലാണ് വന്നിരിക്കുക, അല്ലെങ്കിൽ ഒരു സുഹൃത്തുക്കൾ അടുത്താണെങ്കിൽ ആ ലൊക്കേഷനിൽ നിന്ന് പെട്ടെന്ന് നമുക്കത് പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അപ്പം പ്രതികരിക്കേണ്ടതാണ്, പക്ഷെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ആ സ്ഥലത്ത് നിന്ന് മാറുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. ശരിയാണ് സാർ. നമ്മുടെ മെയിൻ ഒരു ഇമോഷണൽ റെഗുലേഷനിൽ ആങ്കർ മാനേജ്മെന്റിലെ മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട 2 പോയിന്റ് തന്നെയാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. സാറിന്റെ പേരെന്തായിരുന്നു? കബീർ ദാസ്. കബീർ സാർ പറഞ്ഞത് രണ്ടും 4Ds നമ്മൾ പറയാറുണ്ട് ടെക്നിക്ക്. അതിലെ മെയിൻ 2 പോയിന്റ് തന്നെയാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഡിലേ ചെയ്യുക, അതായത് നമ്മൾ പോസ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ ഡിലേ ചെയ്യുക, ഒരു നിമിഷം സൈലന്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. എന്നാൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ആ ഒരു സിറ്റുവേഷനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ്. ദെൻ രണ്ടാമത് സാറ് പറഞ്ഞു, സാറ് വൈഫിനോടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കും എന്നുള്ളത്. സോ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുക, ഡീവിയേറ്റ് ചെയ്യുക, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യാം. സോ ഇത് രണ്ടും. ഇനി വേറെ ആരെങ്കിലും ഒന്ന് പറയാമോ, ഒന്ന് ഷെയർ ചെയ്യാമോ മറ്റെന്തെങ്കിലും? എക്സ്ക്യൂസ് മീ മാം, ഗുഡ് മോർണിംഗ്. ഒരു നിമിഷം നമ്മൾ സൈലന്റ് ആയിട്ട് ആ ദേഷ്യം വരാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളതിനെ പറ്റി ഒന്ന് ആലോചിക്കും. അങ്ങനെയാണ് അതിനെ ഒരു മാറ്റം വരുത്തുക. യെസ് യെസ്. മാമിന്റെ പേര് അമ്മിണി മാം അല്ലേ? അമ്മിണി. ഓക്കെ ഓക്കെ. സോ മാം പറഞ്ഞത് കുറച്ച് അടുത്ത സ്റ്റേജ്, അതായത് നമ്മൾ പോസ് ചെയ്തതിന് ശേഷം നമുക്ക് ചിന്തിക്കുക അതിനെ പറ്റിയിട്ട്, എന്താണ് ആ ഒരു സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പോസ് ചെയ്തത് കൊണ്ടാണ്. ആക്ച്വലി അതിന്റെ പിന്നിലെ സയൻസ് എന്താണ്? നമുക്കൊരു സഡൻ ഇമോഷൻ ഔട്ട്ബേസ്റ്റ് ഉണ്ടാകുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? നമ്മള് ഇങ്ങനെയുള്ള ലോജിക്കൽ തിങ്കിങ്, ഇങ്ങനെയുള്ള ത്രെറ്റ് സിറ്റുവേഷൻസ് ഒക്കെ ഡീൽ ചെയ്യുന്നത് അമിഗ്ഡാലയാണ് ബ്രെയിനിലെ. സോ ഈ പെട്ടെന്നൊരു സഡൻ ഔട്ട്ബേസ്റ്റ് ഉണ്ടാകുമ്പോൾ അത് ഹൈജാക്ക് ചെയ്യപ്പെടുക എന്നാ പറയാ. ഒരു ഫ്ലൈറ്റ് ആൻഡ് എന്താ പറയാ ഫൈറ്റ്, ഈ 2 മോഡിലേക്ക് ഏതെങ്കിലും ഒന്ന്, ആ ഒരു മോഡിലേക്ക് ഹൈജാക്ക് ചെയ്യപ്പെടുക, സ്റ്റക്കായി പോവുകയാണ് ചെയ്യുക. സോ നമ്മളിപ്പം നേരത്തെ സാറും അമ്മിണി മാം പറഞ്ഞ പോലെ നമ്മൾ പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലോജിക്കലി തിങ്ക് ചെയ്യുന്ന നമ്മളെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും, ബ്രെയിനിന്റെ ഫ്രണ്ട് ഭാഗം. സോ അതിന് ലോജിക്കലി തിങ്ക് ചെയ്യാൻ അമിഗ്ഡാലയ്ക്ക് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഈ കാര്യം ഡീൽ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുക. സോ അമ്മിണി മാം പറഞ്ഞ പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് നമ്മളെ പോസ് ചെയ്തത് കൊണ്ടാണ്. പോസ് ചെയ്തിട്ടില്ലെങ്കിൽ മിക്കവാറും നമ്മളെ കൈവിട്ട് പോയിട്ടുണ്ടാവും.
സോ സൈക്കോളജിയിൽ പറയുന്നത് രണ്ട് രീതിയിലാണ് നമ്മൾ ഇത്തരം ഇമോഷൻസ് വരുമ്പോൾ. ഒന്ന്, നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യും. രണ്ടാമത്, നമ്മൾ അറിഞ്ഞാൽ, ദേഷ്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് ആയിട്ട് നമ്മളത് എക്സ്പ്രസ് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. കോൺഷ്യസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യാണല്ലോ. സോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഉണ്ടാകുന്ന ഔട്ട്കമ്മിലുള്ള വ്യത്യാസമാണ്. കാരണം നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഔട്ട്കം നമ്മളെ കയ്യിൽ നിന്ന് മിക്കവാറും പോയിട്ടുണ്ടാവും. അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും എന്നാ പറയുന്നത്. കാരണം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മളെ കയ്യിൽ നിന്ന് പോകും. ഇങ്ങനെയുള്ള പല അക്രമങ്ങളോ കൊലപാതകങ്ങളോ കത്തിക്കുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരെ സംഭവിക്കുന്നത് ഈ ഒരു അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. സോ കോൺഷ്യസ് ആണെങ്കിൽ ഇമോഷൻസ് ശരിക്കും നമുക്കറിയാം, സപ്രസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല, നമുക്കത് ഹെൽത്തി വേയിൽ എക്സ്പ്രസ് ചെയ്യാം. സോ കോൺഷ്യസ് ആണെങ്കിൽ നമ്മൾ വിചാരിച്ച ഔട്ട്കം ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. സോ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് കുട്ടികളെടുത്തൊക്കെ ആണെങ്കിലും നമുക്ക് ശാസിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനും പല വേർഷൻസ് ഉണ്ടാകും. പക്ഷെ അത് ഹെൽത്തി വേയിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന, എക്സ്പെക്ട് ചെയ്യുന്ന, നമ്മൾ എയിം ചെയ്യുന്ന ഔട്ട്കമ്മിലേക്ക് തന്നെ അത് എത്തും. അവിടെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ രണ്ട് കേസും നമുക്ക് ചെയ്യാവുന്ന 4 Ds രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതുപോലെ ഇമോഷൻസ് മാത്രമല്ല, ഈ അഡിക്ഷൻ കേസിലൊക്കെ നമുക്കൊരു ട്രിഗർ വരികയാണല്ലോ. ഇമോഷൻ ഔട്ട്ബേസ്റ്റ് ഉണ്ടാവുന്ന സമയത്താണെങ്കിലും ഈ അഡിക്ഷന്റെ കേസിൽ നമ്മൾ ആ ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള കാര്യം ചെയ്യാനും നമുക്കൊരു ട്രിഗർ വരികയാണല്ലോ. സോ ആ ഒരു ട്രിഗറിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാം പോസ് ചെയ്യുമ്പോൾ. സോ അതിൽ പൊതുവേ നമ്മൾ പറയാറുണ്ട് ഡ്രിങ്ക് വാട്ടർ, വെള്ളം കുടിക്കുക. നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യവും ചെയ്യാം. ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ എന്തോ നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം. എളുപ്പം നമുക്ക് ചെയ്യാവുന്നത് വീട്ടിലാണെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോലും നമ്മൾ റിലാക്സ്ഡ് ആവും എന്നാണ് പറയുന്നത്. അത് നമുക്ക് ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ ഇഷ്ടംപോലെ എന്തെങ്കിലും ഡു എനിത്തിങ് യു വാണ്ട് അല്ലെങ്കിൽ യു ലൈക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഏകദേശം നമ്മളെ ട്രെയിനിങ് സെഷൻ പകുതി സമയമായി. ഇനി നേരത്തെ അമ്മിണി മാം പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇത് ഡീൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളൊരു ഇഷ്യൂ എന്താന്ന് വെച്ചാൽ, നമ്മളുടെ കാര്യം, നമ്മളൊരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ പെർസീവ് ചെയ്യുന്നത് നമ്മളെ 5 സെൻസസും വെച്ചിട്ടാണല്ലോ. നമ്മൾ 5 സെൻസുകളും അതിൽ ഇൻവോൾവ് ആയിരിക്കും. സോ കുറച്ച് സമയം നമ്മളൊന്ന് പോസ് ചെയ്ത് നമ്മളൊന്ന് മാറി നിന്ന് എന്ന് വെച്ചിട്ട് ആ ഒരു ഇറിറ്റബിലിറ്റി നമ്മൾ അവിടെ തന്നെ സെൻസ് ഓർഗൻസ് അവിടെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. സോ അത്തരം കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിലാക്സേഷൻ ടെക്നിക്കുകളുണ്ട്. അങ്ങനെയുള്ള ടെക്നിക്കുകൾ ചെയ്താലും നമുക്ക് ഒരു തരത്തിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഇത്തരം കേസുകൾ മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ പോസ് ചെയ്യാൻ പറ്റുന്ന, ഡിലേ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഡീൽ ചെയ്യുന്ന ആളുകളാണ്. ഒരു നെഗറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് സഡൻ ആയിട്ട് റിയാക്ട് ചെയ്യാതെ നേരത്തെ കബീർ സാർ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക എന്നുള്ളതാണ്. പോസ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറച്ചുകൂടി നന്നായിട്ട് ഭംഗിയായിട്ട് ആ സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം എന്താണോ അത് മറ്റുള്ള ആളുകളെ ഡീൽ ചെയ്യാനും കൺവിൻസ് ചെയ്യാനും ഒക്കെ കുറച്ചുകൂടി ഭംഗിയായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ റിലാക്സേഷൻ ടെക്നിക്ക് ഒരുപാടുണ്ട്. ഇവിടെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നവര്, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയാറ് ബ്രീത്തിങ് എക്സസൈസ് ആണ്. സോ അതും പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ബോക്സ് ബ്രീത്തിങ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. സോ അതിനേക്കാൾ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ 5 സെൻസ് ഓർഗൻസ് ഇതിൽ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞല്ലോ. ആ 5 സെൻസ് ഓർഗൻസിനെ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാം. 1 by 1 ആയിട്ട് ഡിറ്റാച്ച് ചെയ്ത് നമുക്ക് റിലാക്സ് ചെയ്ത് ഗ്രൗണ്ട് ആവാൻ പറ്റും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. സോ അതൊന്ന് നിങ്ങൾ ഇത്രയും, എനിക്കറിയാം ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആളുകളാണ്. അതൊന്ന് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലോ, ഈ ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്ക്.
സോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്പെഷ്യൽ ഗ്രൗണ്ടിങ് ടെക്നിക്കാണ് 5-4-3-2-1 ഗ്രൗണ്ടിങ് ടെക്നിക്ക്. അതാണ്. സോ നമ്മൾ സപ്പോസ് നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എന്ന് വിചാരിക്കുക. നമ്മൾ അങ്ങനെ പെട്ടുപോയി, ഒരു ഇന്റൻസ് ഇമോഷൻ അല്ലെങ്കിൽ ഒരു സഡൻ ആങ്കർ ഔട്ട് ബേസ്റ്റ് വരുന്ന ഒരു സിറ്റുവേഷനിൽ പെട്ടു. സോ നമ്മൾ പോസ് ചെയ്തു, നമ്മളൊന്ന് മാറി നിന്നു. മാറി നിന്നിട്ട് നമ്മൾ കൂളാവുന്നില്ല, ആ ഒരു ഇറിറ്റബിലിറ്റി അവിടെ തന്നെ ഉണ്ട് എന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, സോ ഒന്ന് വീണ്ടും ഒന്ന് ഇൻവേഴ്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ചിലപ്പോൾ റൂമിലായിരിക്കും. നേരത്തെ പറഞ്ഞ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത ഉസ്മാൻ സാർ ആയിരുന്നോ? സാറ് കോഫി ഷോപ്പിലോ മറ്റോ ആണെന്ന് പറഞ്ഞു. എവിടെയായിക്കോട്ടെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന, ഇപ്പം നിങ്ങൾ നോക്കിയാൽ നിങ്ങളെ വിസിബിലിറ്റിയിലുള്ള ഒരു സാധനം ഏതോ ആയിക്കോട്ടെ, ഫോൺ എന്തായാലും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും, ഞാനും ഉണ്ട്. അതല്ലാത്ത ഏതെങ്കിലും ഒരു സാധനം ഇൻബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളെ മുന്നിലുള്ള, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, കാണാൻ പറ്റുന്ന എന്ത് സാധനം ആയിക്കോട്ടെ, ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? പെന്നുണ്ട്, ഓക്കെ, ബുക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. വിജനമായ വഴിയിലിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആള്, വഴിക്ക് മുന്നിലിരുന്ന് അനീസ് സാറാണെന്ന് തോന്നുന്നു. ബനാന, ശ്രീജന മാം, ഓക്കെ, ബുക്ക്, ഓക്കെ. സോ ഗ്രൗണ്ടിങ് ടെക്നിക്ക് 5-4-3-2-1 ഗ്രൗണ്ടിങ് ടെക്നിക്ക് പറയുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളെ കാഴ്ചയിൽ വിസിബിലിറ്റിയിൽ വരുന്ന 5 സാധനങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പോൾ ഓൺലൈൻ സെഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ അത് ടൈപ്പ് ചെയ്തിടാൻ പറ്റൂ എന്ന് പറഞ്ഞത്. ദെൻ അടുത്തത്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന, എൻ്റെ ശബ്ദം എന്തായാലും കേൾക്കുന്നുണ്ടാകാം, അതല്ലാതെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റുന്ന ഒരു ശബ്ദം, അതൊന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഫാനിന്റെ ആവാം, റൂമിലിരിക്കുന്നവരാണെങ്കിൽ പുറത്തു നിന്നുള്ള കിളികളുടെയോ, രാവിലെ ആയതുകൊണ്ട് പക്ഷി അല്ലെങ്കിൽ മറ്റു മൃഗങ്ങള് ആയിരിക്കാം, ചീവീടിന്റെ ശബ്ദമായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ ടിവിയിലെ ശബ്ദമായിരിക്കാം. എന്ത് ശബ്ദമായിക്കോട്ടെ, കേൾക്കുന്ന ഒരു ശബ്ദം. ഓക്കെ, പുഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, കിളികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഓപ്പൺ വോയിസ്, ഒരു പക്ഷി അല്ലെ, വോയിസ് കേൾക്കുന്നുണ്ട്, കാക്കയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, നായയുടെ കുരം കേൾക്കുന്നുണ്ട്, ചായ പാട്ടയിൽ വീഴും. അനീസ് സാറിന്റെ എല്ലാം പ്രത്യേകതയാണ്, ഡിഫറെന്റ് ആൻസർ ആണ് വരുന്നത്. നേരത്തെ ഞാൻ ശ്രദ്ധിച്ചു, വിജയമായ പാതയുണ്ട്, ചായ പാട്ടയിൽ വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, ഓക്കെ, മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, അമ്പലത്തിൽ നിന്ന് വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. സോ അതായത് നിങ്ങൾക്ക് നമ്മളിപ്പോ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ചെവിയിൽ വീഴുന്ന ശബ്ദങ്ങൾ ഉണ്ടായിരിക്കാം, പല തരം ശബ്ദങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മളുടെ ഓഡിറ്ററി എബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ ഒരുപാട് സൗണ്ട് അനലൈസ് ചെയ്യാൻ പറ്റും, നോട്ടീസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്, ഓഡിറ്ററി പവർ അനുസരിച്ചിട്ട്. സോ അങ്ങനെ കേൾക്കുന്ന ഒരു 4 ശബ്ദമെങ്കിലും നമ്മൾ നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന, അത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും, എന്നാൽ പോലും നിങ്ങൾക്ക് മണക്കാൻ പറ്റുന്ന, മണം കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? മണക്കാൻ പറ്റുന്ന, ചിലപ്പം റൂമിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തലക്കം പൗഡറോ അല്ലെങ്കിൽ ബോഡി സ്പ്രേയുടെയോ ഒക്കെ സ്മെൽ ഉണ്ടായിരിക്കാം. അടുക്കളയിൽ നിന്ന് വരുന്ന, രാവിലെ ചായയുടെ ടൈമാണല്ലോ, പറഞ്ഞ വിശപ്പ് ഇളക്കുന്നില്ല, അങ്ങനെയുള്ള എന്തെങ്കിലും സ്മെല്ലായിരിക്കാം. അതെ, ചന്ദനത്തിരിയുടെ മണം എന്ന് പറയുന്നുണ്ട്. മീൻസ് കർക്കിടക മാസമാണല്ലോ, രാമായണ മാസം. സോ ചന്ദനത്തിരിയുടെ മണം പറയുന്നുണ്ട്, ഊതിന്റെ മണം എന്ന് പറയുന്നുണ്ട്, കറിയുടെ മണം വരുന്നുണ്ട്, ധൂപിന്റെ മണം, ആവി പൊങ്ങുന്ന പുട്ടിന്റെ മണം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പലരും ട്രെയിനിങ്ങിൽ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ പോകുമെന്നറിയില്ല, കാരണം അധികം ആളുകളും ഭക്ഷണത്തിന്റെ പേരാണ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഉള്ളിയുടെ മണം വരുന്നുണ്ട്, അയ്യോ മുട്ടക്കറിയുടെ മണം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ കണ്ടില്ലേ, എല്ലാവർക്കും പിന്നെ ആ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധ പോയപ്പോ നമ്മള്
സ്മെൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, എന്നാൽ അടുത്തത് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സാധനങ്ങൾ അതൊന്ന് ടൈപ്പ് ചെയ്യോ. നമ്മൾ ഫോൺ ഒഴിവാക്കിയിട്ട്, ഫോൺ എല്ലാവരുടെ മുന്നിലും ഉണ്ടായിരിക്കുമല്ലോ കോമൺ ആയിട്ട്, അതല്ലാതെ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം. മൗസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പുട്ടുകുറ്റി, ശ്രീജിന മാം ആണോ അത്? അടുക്കളയിൽ നിന്നാണ് അറ്റൻഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പുട്ടുകുറ്റി പറയുന്നുണ്ട്. വാട്ടർ ബോട്ടിൽ ഉണ്ട്. യെസ്, വെള്ളക്കുപ്പി. ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ. ഓ, എനിക്കത് പുതിയ അറിവാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. രമ്യയാണ് അത് എഴുതിയിരിക്കുന്നത്. രമ്യ ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യണേ. കസേര ഉണ്ട്. വാട്ടർ ബോട്ടിൽ, അഗൈൻ ലൈറ്റർ ഒക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ടച്ച് ചെയ്യാൻ പറ്റുന്ന 2 സാധനങ്ങളാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആയതുകൊണ്ട് ഞാൻ ഒന്നേ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനി ലാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇരിക്കുന്നിടത്ത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ വിസിബിലിറ്റിയിലുള്ള സാധനങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന. കോഫി ഉണ്ട്, ഷുഗർ ഉണ്ട്, ചായ ഉണ്ട്, റസ്ക് ഉണ്ട് പറയുന്നുണ്ട്. കോഫി, എല്ലാവരും അപ്പോൾ കോഫിയുടെ മുന്നിലാണോ? കോഫി ടൈം ആണല്ലോ അല്ലേ? കോഫി ടോക്ക്. നട്ട്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ടാബ്ലറ്റ്, ഓക്കെ. കോഫി, ശുദ്ധമായിട്ടുള്ള വെള്ളമുണ്ട്, ഡേറ്റ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ആക്ടിവിറ്റി, ഗ്രൗണ്ടിങ് ടെക്നിക്. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മുടെ 5 സെൻസസും ആക്റ്റീവ്ലി അതിൽ ഇൻവോൾവ് ആയിരിക്കും എന്നുള്ളതാണ്. സോ നമ്മൾ പോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ആ ഗ്രൗണ്ടഡ് റിലാക്സ്ഡ് ആയിക്കൊള്ളണമെന്നില്ല. സോ വീണ്ടും നമ്മൾ ആ സിറ്റുവേഷനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാം എന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ തോട്ട്സ് നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മളുടെ ബോഡി മൈൻഡ് നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ, റിയാക്ട് ചെയ്യുമ്പോൾ തന്നെ, അതിൽ ഇൻവോൾവ് ആകുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയും അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. സോ നമ്മൾ 5 സെൻസ് ഓർഗൻസിനെയും സെപ്പറേറ്റ് എടുത്തിട്ട് അതിനെ ഗ്രൗണ്ട് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. സോ ഏറ്റവും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇൻവോൾവ് ആവുക നമ്മളെ വിഷ്വൽ സെൻസ്, കണ്ണുകൾ തന്നെയായിരിക്കും എന്നാ പറയുന്നത്. അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന 5 സാധനങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്യാം. ആ ഒരു സ്പോട്ടിൽ നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു 5 സാധനങ്ങൾ നോട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ആ സെൻസ് ഓർഗൻ, മെയിൻ സെൻസ് ഓർഗൻ ആണല്ലോ കണ്ണ്, അത് ഗ്രൗണ്ടഡ് ആവും എന്നാ പറയുന്നത്. ദെൻ പിന്നെ കേൾക്കാൻ കഴിയുന്ന ശബ്ദം ഏതാണെന്ന് ശ്രദ്ധിക്കുന്നതിലൂടെ, അത് നമ്മൾ പെർസീവ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ചെവി, പിന്നീട് ഡോമിനേറ്റ് ചെയ്യുന്ന നമ്മുടെ സെൻസ് ഓർഗൻ ആണല്ലോ ചെവി, കേൾവി. സോ അത് നമുക്ക് കംപ്ലീറ്റ്ലി ആ ഒരു സിറ്റുവേഷനിൽ ഡിറ്റാച്ച് ചെയ്യും. അതുകൊണ്ട് ആ ഒരു സെൻസ് ഓർഗൻ സെപ്പറേറ്റ്ലി നമുക്ക് ഗ്രൗണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അത് ഒരു 4 എണ്ണം, നമുക്ക് കേൾക്കുന്ന ശബ്ദം 4 എണ്ണം വേർതിരിച്ചറിയുമ്പോഴത്തേക്ക് നമ്മൾ മിക്കവാറും റിലാക്സ്ഡ് ഗ്രൗണ്ടഡ് സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് മണക്കാൻ കഴിയുന്ന സാധനങ്ങൾ, അതുപോലെ പിന്നെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ടച്ച് ചെയ്യാൻ പറ്റുന്ന സ്കിന്ന്, പിന്നെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെൻസ് ഓർഗൻ ഇൻവോൾവ് ആയിട്ടുള്ളത് ടങ്ങാണ്, ദെൻ നോസ്. അങ്ങനെ എല്ലാ സെൻസ് ഓർഗൻസും നമ്മൾ സെപ്പറേറ്റ്ലി എടുത്തിട്ട് ലിസ്റ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഓരോന്നോരോന്ന് എടുത്തിട്ട് നോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ സെൻസ് ഓർഗനും, 5 സെൻസ് ഓർഗനും ഗ്രൗണ്ടഡ് ആകും. സോ ഏറ്റവും നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് ടെക്നിക്കാണിത്. വളരെ എഫക്റ്റീവ് ആണ്. സോ പരിചയമുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല. പുതിയതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇനി അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ, നമ്മൾ മാറിയിരിക്കുന്ന, പോസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഈ ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്ക് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം എന്ന് പറയാണ്. സോ
അതുകൂടാതെ നീ നേരത്തെ പറഞ്ഞു നമുക്ക് ബ്രീത്തിങ് എക്സസൈസ്, അതുപോലെ കൗണ്ട് ഡൗൺ ചെയ്യാം. അതൊക്കെ നമുക്ക് റിലാക്സേഷൻ ടെക്നിക്സ് ആണ്, ഗ്രൗണ്ടിങ് ടെക്നിക്സ് ആണ്. പക്ഷേ ഈ 5 4 3 2 1 ഗ്രൗണ്ടിങ് ടെക്നിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ 5 സെൻസ് ഓർഗൻസും ഒരുപോലെ നമ്മൾക്ക് ഗ്രൗണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സോ ഏറെ സന്തോഷം ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിന്. പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു സോൺ 21 എൻ്റെ ക്ലോസ് ഫ്രണ്ട് ശ്രീജിന മാമിനോടാണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി, എന്താ പറയുക, അവസരം 28-ഉമായിട്ട് കണക്ട് ചെയ്തിട്ട് ഉണ്ടാക്കി തന്നതിന്. സോ പുതിയൊരു ടീമിനെ കൂടെ പരിചയപ്പെടാൻ പറ്റിയതിൽ, ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീമിനെ പരിചയപ്പെടാൻ പറ്റിയതിൽ വലിയ സന്തോഷം. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ കൗൺസിലിംഗ്, പിന്നെ 8 വർഷമായിട്ട് കൗൺസിലിംഗ് സ്റ്റുഡൻസ് കൗൺസിലർ ആയിരുന്നു. ഇപ്പോൾ കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കുന്നുണ്ട്. ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസ്കഷൻസ് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. താങ്ക് യു ഓൾ. താങ്ക് യു മാം. വളരെ ശാന്തമായിട്ടാണ്, വലിയ പൊട്ടലും ചീറ്റലൊന്നും ഇല്ലാതെ ഒരു സ്കൂളിന് സ്റ്റുഡന്റ് മുന്നിലിരിക്കുന്ന ആ ലാഘവത്തിൽ എല്ലാവരെയും ഇരുത്തിക്കൊണ്ടാണ് ക്ലാസ് എന്ന് കൊണ്ടുപോയത്. അതുപോലെ തന്നെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്നാണ് നമ്മൾ ഖുർആൻ വാക്യം. അത് ഈ സമയത്ത് ഓർത്തു പോകുകയാണ്. നമ്മളെ മറ്റൊരാള് ദേഷ്യപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്ത് എന്നുള്ളൊരു ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് വന്നത്, അയാൾക്ക് വെറുതെ ഒരാൾക്ക് ദേഷ്യം ഒരിക്കലും വരൂല. അതായത് ഒരു 80-90% അല്ലെങ്കിൽ മാനസികമായിട്ട് അയാൾക്ക് എന്തെങ്കിലും ഉണ്ടാവണം. അതല്ല, നേരെ ഓപ്പോസിറ്റ് ആൾക്ക് എന്താണോ വിഷമം നമ്മൾ കൊടുത്തെന്നുള്ള ജസ്റ്റ് ഒരു ചിന്ത ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ ഭീകരമായ അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക, എന്നിട്ട് നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളത്. പിന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു ഒന്ന് കാണാൻ പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ കേൾക്കാന്, മണക്കാന്, സ്പർശനം, രുചിക്കുക. ഇതൊക്കെ നമ്മൾ ആ സമയത്ത് ഏതെങ്കിലും ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ എല്ലാ വിഷയങ്ങളും തീരും. വളരെ ഭംഗിയായിട്ടാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ടുപോയത്. വളരെ സന്തോഷം. നിങ്ങൾ ഇതിൽ വന്നതിലും വളരെ സന്തോഷം. ഏതായാലും ഇനിയുള്ള ഫീഡ്ബാക്കിന്റെ ടൈമാണ്. പ്രിയപ്പെട്ടവരെ, 1 മിനിറ്റിന്റെ ഉള്ളിൽ ഫീഡ്ബാക്ക് എല്ലാവരും പറയുക. എന്നിട്ട് അവർക്കുള്ള ഒരു പ്രചോദനമാണ്. അവര് ഇപ്പോ JCIന്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന്റെ ഇതിലുള്ള അവർക്ക് ഈ വീഡിയോ കൂടി എത്തിച്ചു കൊടുക്കണം. അപ്പൊ നല്ല നല്ല ഫീഡ്ബാക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓൾ വെൽക്കം പ്ലീസ്. അമ്പിളി മാം പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് അനുജ മാം. എക്സലന്റ്. അതായത് ഈഗർ മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. ഒരു ദേഷ്യം ഉണ്ടായാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അതിനെ മാനേജ് ചെയ്യാൻ ഈ ടിപ്സ് ഞാൻ അത് ആദ്യമായിട്ടാണ് കേൾക്കുക. താങ്ക് യു സോ മച്ച്. അതായത് ഞാൻ കുട്ടികളുടെ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്നതാണ്. അപ്പം കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന 1 2 3 അങ്ങനെ എണ്ണാൻ, ഈഗർ മാനേജ് ചെയ്യാൻ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആണെന്ന് തോന്നിയത്. താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഭയങ്കര കാമായിരുന്നു, പ്ലസന്റ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു അമ്പിളി മാം. താങ്ക് യു മാം. നെക്സ്റ്റ്. ഗുഡ് മോർണിംഗ് മാം. ഞാൻ ചെയർമാനോട് ഒരു പെർമിഷൻ വാങ്ങിയിട്ട് തുടങ്ങട്ടെ. യെസ് തുടങ്ങിക്കോളൂ. ഓക്കെ മാം. പിന്നെ ഒത്തിരി നല്ല, എന്താ പറയാ, നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞാൻ ഈ 5 സെൻസിനെ കുറിച്ച് കേൾക്കുന്നത്. കൗണ്ട് ഡൗൺ കേട്ടിട്ടുണ്ട്. ദേഷ്യം വരുമ്പോ പെട്ടെന്ന് നമ്മള് 10 to 1 വരെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഒത്തിരി എഫക്റ്റീവ് ആയിരുന്നു മാം. താങ്ക് യു. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അഫ്സാ മാം പറഞ്ഞോളൂ. ഹായ് അനുജ, സൂപ്പർ സെഷൻ. എനിക്ക് പെട്ടെന്നൊന്നും ദേഷ്യം വരില്ല, പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാല് ഞാൻ കുറച്ച് ഒരു എന്താ പറയാ അങ്ങനെയാണ്. അപ്പൊ അതിന് പറ്റിയ ഒരു എക്സസൈസ് ആണ് മാഡം ഇന്ന് എനിക്ക് പറഞ്ഞത്. ഞാൻ അതെന്റെ ലൈഫിൽ തന്നെ അത് പ്രാവർത്തികമാക്കും. താങ്ക് യു മാം. താങ്ക് യു അഫ്സാ മാം. കബീർദാസ് സാർ. ഗുഡ് മോർണിംഗ്. അനുജ ടീച്ചറെ നന്നായിരുന്നു. വളരെ ശാന്തമായി ഒഴുകിയ ഒരു നദി പോലെ തുടങ്ങി വളരെ നൈസായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു. നന്നായിരുന്നു ട്രെയിനിങ്. പേഴ്സണൽ ട്രെയിനർ വർക്ക്ഷോപ്പ് ഒക്കെ കഴിഞ്ഞ് അതിന്റെ പ്രിപ്പറേഷനിലൊക്കെയാണ് പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഗുഡ്, നന്നായിരിക്കുന്നു.
പിന്നെ ട്രെയിനിങ്ങിനെ കുറിച്ചൊന്നും പറയാനില്ല. കാര്യം ഇത് പെട്ടെന്നങ്ങ് പ്രാവർത്തികമാക്കാമെന്നൊന്നും ആരും തെറ്റിദ്ധരിച്ചിടേണ്ട. ഈ പഴയ സ്വഭാവത്തിൽ നിന്നും പെട്ടെന്നങ്ങ് മാറിപ്പോത്തൊന്നുമില്ല. പക്ഷെ നമ്മൾ കുറേശ്ശെ ഗ്രാജുവലി ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ, മാഡം പറഞ്ഞ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്താൽ എല്ലാവർക്കും ഗുണപ്രദമാകുന്നതാണ്. പക്ഷെ ഒരു ദിവസം കൊണ്ട് പണ്ട് വരെ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. ഒരു ദിവസം അനൂജ മാഡത്തിന്റെ ട്രെയിനിങ് കിട്ടി പിറ്റേന്ന് തൊട്ട് ഞാനങ്ങ് നന്നായി എന്നൊന്നും ആരും വിചാരിച്ചിടേണ്ട. ഗ്രാജുവലായിട്ട് പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഒരു ചെറിയ ഈ പറഞ്ഞ കണക്ക് ആദ്യത്തെ ഒരു 3-4 ടെക്നിക്കൊക്കെ ചെയ്ത് വരുമ്പോൾ പിന്നെ ഗ്രാജുവലായിട്ട് നമുക്ക് അതിലേക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളായി മാറാൻ കഴിയും. ഒരു സുപ്രഭാതത്തിൽ ഇത്രയും നല്ലൊരു ട്രെയിനിങ് എടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട് അനുജ മേഡം, നന്നായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ വെൽക്കം സ്പീച്ച് പറഞ്ഞ അമ്പിളി ദേവ് നല്ല ഷോർട്ടായിട്ട് വളരെ നന്നായിട്ട് വെൽക്കം പറഞ്ഞു. ചെയർമാനെ കുറിച്ച് പിന്നെ പറയാനില്ല, അടിപൊളിയായിരുന്നു. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. താങ്ക് യു കബീർദാസ് സാർ. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആളാണ് നമ്മൾ കബീർദാസ്. മനോജ് സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു ചെയർമാൻ. അനുജ മാം, അടിപൊളി സെക്ഷൻ. ആങ്കർ മാനേജ്മെന്റ്, കുറെ വികാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലെ ദേഷ്യമാണ് നമ്മളെ എല്ലാ ദിവസവും ബാധിക്കുന്നത്. പക്ഷെ കുറച്ചൊക്കെ ഞാനൊക്കെ കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ്. പക്ഷെ കുറച്ച് കൂടുതൽ ഇൻഫോർമേഷൻ ഇന്ന് കിട്ടി. അത് ലൈഫിൽ നമ്മളത് അഡാപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ പ്രൊഫഷണൽ ട്രെയിനർ എന്നുള്ളതൊന്നും വെക്കേണ്ടെന്ന് തോന്നുന്നു. കാരണം ട്രെയിനറായിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്ത പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം അത്രയും നന്നായിട്ടാണ് ട്രെയിനിങ് എടുത്തിട്ടുള്ളത്. ഇനി എന്തായാലും നാഷണൽ ട്രെയിനറും ഓദറൊക്കെ ആയിട്ട് വരാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മനോജ് സാർ. ബേബി സാർ, പ്ലീസ് വെൽക്കം. അനുജ മാം, നന്നായിരുന്നു. ഒത്തിരി അഭിനന്ദനങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ ഞാൻ കേട്ടാലും എൻ്റെ ദേഷ്യം പെട്ടെന്ന് മാറുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ക്ഷമിക്കണം എന്നോട്. എനിക്കറിയാം ഞാൻ ദേഷ്യപ്പെടുന്നത്. പിന്നീട് ഞാൻ ആലോചിക്കും അത് വേണ്ടായിരുന്നു. പക്ഷെ അത് പറയുമ്പോൾ നമുക്കൊത്തിരി ഒരു ആശ്വാസമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു എന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സ് എന്നെ തന്നെ ഞാൻ ആശ്വസിപ്പിക്കുകയാണല്ലോ. എന്നാലും ഞാൻ ശ്രമിക്കും നിങ്ങൾ പറഞ്ഞ ടെക്നിക്കും. അതുപോലെ ഇതിനു മുമ്പ് നമുക്ക് ഒരു ക്ലാസ് കിട്ടിയത് 916, ഒരു 9 സെക്കൻഡ് സർക്കംസ്റ്റാൻസിലേക്ക്, നമ്മുടെ സാഹചര്യത്തിലേക്ക് മാറുക. 1 സെക്കൻഡ് പോസ്, 6 സെക്കൻഡ് നമ്മുടെ റിയാക്ഷന് നമ്മൾ എന്ത് ചെയ്യണം, റെസ്പോൺസിലേക്ക് മാറുക എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഒക്കെ ഇപ്പം ഞാൻ എടുത്ത് കണ്ടതാണ്, അല്ല അത് ഓർമ്മിച്ചതല്ല. ഇപ്പം ഞാൻ ഒന്നുകൂടെ പുറകോട്ട് നോക്കിയപ്പോൾ കണ്ടതാണ്. ഏതായാലും മനോഹരമായി ക്ലാസ് പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കും, മാക്സിമം ശ്രമിക്കും. അഭിനന്ദനങ്ങൾ മാം. താങ്ക് യു. താങ്ക് യു ബേബി സാർ. ബേബി സാർ പറഞ്ഞ പോലെ തന്നെ നമ്മളെ തെറ്റ് നമ്മൾ മനുഷ്യന്മാർക്ക് പറ്റും, പക്ഷെ അത് ഹൃദയത്തിലേക്കൊന്ന് നോക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അനുജ മാം. ഞാനും ബേബി സാർ പറഞ്ഞപ്പോഴാണ് ബേബി സാർ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഉള്ള ഫീലാ, പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടില്ല എന്ന് സാർ പറഞ്ഞല്ലോ. സത്യമാണ്. ആങ്കർ മാനേജ് ചെയ്യാന്നേ പറയുന്നുള്ളൂ, എക്സ്പ്രസ് ചെയ്യണ്ട. നമ്മുടെ എല്ലാ ഫീലിങ്സും നമ്മളത് ഹെൽത്തി വേയിൽ എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പോ സാറിന് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോഴും കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയണം, ഒരു ടിപ്പും കൂടി വേണമെങ്കിൽ നമുക്കൊന്ന് ശ്രമിക്കാവുന്നതാണ്. അതായത് സാറിന് പറയണം എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ ആർഗ്യുമെന്റ്സ് ഉണ്ടാവുന്ന സമയത്താണല്ലോ അത് വേഴ്സായി അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോവുക. സോ ആർഗ്യുമെന്റ് ഉണ്ടാവുന്ന സമയത്ത് സൈക്കോളജി പറയുന്നത് പലപ്പോഴും നമ്മൾ മറ്റേയാണ്, ഇപ്പൊ കബീർ സാർ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള ആളെയാണല്ലോ നമ്മൾ നോക്കുന്നത് എപ്പോഴും. മറ്റുള്ള ആളെ പോയിന്റ് ചെയ്തിട്ടാണ് ബ്ലെയിം ചെയ്യുക അല്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്നത്. യു സ്റ്റേറ്റ്മെന്റ് എപ്പോഴും നമ്മൾ പറയാം, നീ അത് ചെയ്തുകൊണ്ട്, നീ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്നുള്ള. അതിന് പകരം നമുക്ക് ചെയ്യാവുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഐ സ്റ്റേറ്റ്മെന്റ് പറയാന്നുള്ളത്. എനിക്ക് അങ്ങനെ തോന്നി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നുള്ളത് നമ്മുടെ ആർഗ്യുമെന്റിന്റെ ടൈമിൽ നമ്മൾ സ്വമേധയാ അങ്ങനെ മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ബേബി സാർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പറയുന്ന സമയത്ത്. താങ്ക് യു. അതായത് ഫിസിക്സ് മാം കണക്ക് സാറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ക്ലാസ് അത് ഉൾക്കൊള്ളും എന്തായാലും ബേബി സാർ. ഓക്കെ, ലിച്ചി മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു ചെയർമാൻ. അനുജ മാം, സൂപ്പർ സെഷൻ, എഫക്റ്റീവ് സെഷൻ ആയിരുന്നു. നല്ല കാമായിട്ട് ക്ലാരിറ്റി ഉണ്ടായിരുന്നു, സൗണ്ട് മോഡുലേഷൻ ഉണ്ടായിരുന്നു, ഹാൻഡ് ജസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ സ്മൈലിംഗ് ഫേസോട് കൂടിയാണ് മാം ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോയത്. വളരെ സന്തോഷം തോന്നി. ഓക്കെ, ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ വെൽക്കം അമ്പിളി മാം, സൂപ്പർ ആയിരുന്നു. ചെയർമാന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല, സൂപ്പർ ആയിട്ട് ചെയർമാൻ വളരെ ഭംഗിയായിട്ട് ഫ്ലോർ കൈകാര്യം ചെയ്തു. ഓക്കെ, താങ്ക് യു. ഓവർ ദി ചെയർ. താങ്ക് യു. സന്തോഷത്തിന്റെ മുൾമുനയിൽ ചെയർമാൻ എത്തിയിട്ടുണ്ട്. പാർവതി മാം, പ്ലീസ് വെൽക്കം. ഹായ് മാം, നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ കുട്ടികളാകുമ്പോഴേ നമ്മൾ എല്ലാരും കേട്ട് വളരുന്നത് ദേഷ്യപ്പെടരുത് എന്നാണ്.
ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല. പക്ഷെ എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് ആരും കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. അപ്പൊ എല്ലാ ഇമോഷൻസിനെയും പോലെ ഒരു ഇമോഷനാണ് ആങ്കറും. പക്ഷെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടാവാം ഇത് നെഗറ്റീവായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതെ നമ്മൾ ആങ്കർ വെന്റിലേറ്റ് ചെയ്യണം, നമ്മളുടേതായ രീതിയിൽ വെന്റിലേറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും പുതിയ ഒരുപാട് ചിന്തകൾക്ക് വഴിതെളിയിച്ചു മാഡത്തിന്റെ ക്ലാസ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അനുജ മാം, പാർവതി മാം കുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഹെഡിലിരിക്കുന്ന ആളാണ്. ഏതാ പൊസിഷൻ എന്നുള്ളത്, ഏതാണ് പൊസിഷൻ പാർവതി മാം നിങ്ങൾ ഉണ്ടായിരുന്നത്? ഉണ്ടായിരുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ പാനൽ അംഗമായിരുന്നു. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു മാം. നിങ്ങളുടെ ഫീഡ്ബാക്ക്, വാല്യൂള്ള ഫീഡ്ബാക്ക് പറഞ്ഞതിന് വളരെ സന്തോഷം. സച്ചിന മാം, പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ് അനുജ മാം. നല്ലൊരു ഗുഡ് ടോപ്പിക് മോർണിംഗ് ആയിരുന്നു കേട്ടോ മാം. കണ്ടുകൊണ്ടിരിക്കാനും കേട്ടോണ്ടിരിക്കാനും നല്ല രസമായിരുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഗ്രൗണ്ടിങ് ടെക്നിക്ക് ഉപയോഗിക്കുന്നതിനല്ലേ, അത് വളരെ നല്ല രീതിയിൽ വളരെ കാമായിട്ട് മാം പ്രസന്റ് ചെയ്തു. അപ്പൊ ഇനിയും ഞങ്ങൾ മുന്നിൽ പുതിയ പുതിയ ടോപ്പിക്കായിട്ട് വരിക. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. അംബിക മാം, പ്ലീസ് വെൽക്കം. ഓക്കെ, താങ്ക് യു. കൺഗ്രാറ്റുലേഷൻ അനുജ, നല്ലൊരു സെഷൻ ആയിരുന്നു. അപ്പൊ നേരത്തെ പാർവതി മാം പറഞ്ഞ മാതിരി നമ്മൾ അത് വെന്റിലേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഔട്ട് ബേഴ്സ്റ്റ്, അതായത് ഒരു പ്രഷർ കുക്കർ പോലെ പ്രഷർ കുക്കർ ആവരുത്. ഓക്കെ, അതാണ് പറയുന്നത്. ഇപ്പൊ പൊട്ടിത്തെറിക്കുമ്പോഴാണ് കുഴപ്പമുള്ളൂ. വെന്റിലേറ്റ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ എന്ത് ഇമോഷൻസ് ആയാലും നമ്മൾ വെന്റിലേറ്റ് ചെയ്യണം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഓക്കെ, നല്ലൊരു സെഷനായിരുന്നു. അപ്പൊ ഞാൻ റിട്ടയർഡ് ആണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു അഡോളസൻസിന് തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. അന്നൊന്നും എനിക്ക് അറിയില്ല, സൈക്കോളജി അറിയില്ല, അതൊക്കെ പിന്നീടാണ് പഠിച്ചത്. അപ്പൊ അന്നൊന്നും അറിയാതെ ഞാൻ ചെയ്തിരുന്ന ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ ചിലപ്പോൾ വയലന്റ് ആയിട്ടൊക്കെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ പുറത്തൊന്ന് ടച്ച് ചെയ്യും, അല്ലെങ്കിൽ കയ്യിലൊന്ന് പിടിക്കും. എന്താടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാമായിട്ടുണ്ട്. അത് ഞാൻ അന്ന് ഉപയോഗിച്ചിരുന്ന ടെക്നിക്കാണ്, ഇതൊന്നും അറിഞ്ഞിട്ടല്ല, പക്ഷെ അന്ന് ഞാൻ അത് ഉപയോഗിച്ചിരുന്നു. അപ്പൊ അത് ഇപ്പം താങ്ക് യു, നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. ബൈ. താങ്ക് യു അംബിക മാം. നൂറ മാം, പ്ലീസ് വെൽക്കം. അനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പ്രീ ZTWS. രണ്ടുപേരും ZTWS കഴിഞ്ഞു. അടിപൊളി സെഷൻ ആയിരുന്നു, ഒന്നും പറയാനില്ല. അതിമനോഹരമായിട്ട് ഇങ്ങനെ നല്ല ഒഴുക്ക് കേട്ടിരിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. ഞാൻ ബഹളത്തിൽ നിന്നെല്ലാം മാറി തനിച്ചിരുന്ന് നന്നായിട്ട് കേട്ടു. അടിപൊളി സെഷൻ. നേരത്തെ ആരോ പറഞ്ഞ പോലെ ഒരുപാട് ടെക്നിക്സ് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ നമ്മുടെ സെൻസ് ഓർഗൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ആങ്കർ അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാൻ. സൂപ്പർ ആയിരുന്നു, നല്ല പ്രസന്റേഷൻ, അടിപൊളി, സൂപ്പർ, ഒന്നും താങ്ക് യു. പറയാനില്ല. നൂറ മാം എവിടെയായിട്ടാണ് പുതിയതായിട്ടാണ് കാണുന്നത്? ഞാന് JCI പാണ്ടിക്കാട് റോയൽസിലെ മെമ്പറാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞു, ZTWS കഴിഞ്ഞു, സോൺ ട്രെയിനർ പ്രൊഫഷനായി നിൽക്കുകയാണ്. അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യാൻ ഇതുപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും കോഫി ടോക്കിൽ ഒരു ദിവസം ക്ലാസ് എടുക്കാൻ ക്ഷണിക്കുന്നുണ്ട്. കബീർ സർ, തീർച്ചയായും. നിങ്ങള് സോൺ 28ന്റെ ഒരു അസറ്റ് ആണ്. നൂറ ഞങ്ങളുടെ ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു, എക്സലന്റ് ട്രെയിനർ ആണ്, നൂറയുടെ ഫ്രണ്ട് ആണ്. ഒപ്പം എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയതിൽ വലിയ സന്തോഷം. താങ്ക് യു, നിങ്ങൾക്ക് താങ്ക് യു. ഉപയോഗപ്പെടുത്താം. ഓക്കെ, ഇന്ദു മാം. ചെയർമാൻ നൂറ ഒരു സ്റ്റാർ ഓഫ് ദ ഡേ ആയിരുന്നു കേട്ടോ ഒരു തവണ നമ്മളുടെ അതെല്ലേ? പ്രോഗ്രാമിൽ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഞാൻ ഒരു സെഷൻ എടുത്തിട്ടുണ്ട് സാർ ഇതില്, നമ്മൾ എന്റെ 2-3 മാസം മുന്നേ. എന്റെ ഫാൾട്ടാണ്, എന്റെ ശ്രദ്ധക്കുറവ്, ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, ഇന്ദു മാം, പ്ലീസ് വെൽക്കം. യെസ്, ഗുഡ് മോർണിംഗ്, താങ്ക് യു. ആദ്യം തന്നെ ഇന്നത്തെ ചെയർമാനും അതുപോലെ സ്വാഗതം പറഞ്ഞ അമ്പിളിയും ഒരുപാട് മാറ്റങ്ങൾ, കാരണം വഴികളിലൂടെയുള്ള ചേഞ്ചസ് ശരിക്കും മനസ്സിലാവുന്നുണ്ട്, അടിപൊളി. ആൻഡ് ഇന്നത്തെ ട്രെയിനറിനെ കുറിച്ച് പറയാനേ ഇല്ല, സച്ച് എ കാം ആൻഡ് ക്വയറ്റ് പേഴ്സൺ. എനിക്ക് തോന്നുന്ന ഏതൊരു ട്രെയിനറും ഏത് ടോപ്പിക്കും എടുക്കുമ്പോൾ അവരവരുടെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ആ ട്രെയിനിങ് എപ്പോഴും എക്സൽ ആവുന്നത്. ആസ് എ ഹയർ സെക്കൻഡറി ടീച്ചർ എനിക്ക് കറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ഹൗ യു ആർ ഡീലിംഗ് സ്റ്റുഡൻസ്. സോ വി ഹാവ് ടു യൂസ് ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഫോർ കോപ്പിംഗ് വിത്ത് ദം, അല്ലേ? അപ്പൊ അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് കൃത്യമായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളി പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സൂപ്പർ സെഷൻ മാം. ആൻഡ് മാമിന്റെ ആ ഒരു എന്താ പറയാ, ഒരു സിമ്പിൾ ആൻഡ് കൂൾ ആയിട്ടുള്ള സിറ്റിംഗ് ഇല്ലേ, അത് ഭയങ്കര സൂപ്പർ ആയിരുന്നു. അടിപൊളി സെഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡോക്ടർ ഇന്ദു മാം. ഇപ്പോ നമ്മളുടെ ഇന്ദു മാം ബ്രണ്ണൻ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇപ്പോ ഡോക്ടർ എന്നുള്ള ഒരു പദവി കൂടി അവരുടെ മേലെ കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കിന്. മധു സാർ, പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ്.
ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളിൽ ക്ഷണികമായി ഉണ്ടാകുന്ന ഒരു വികാരമാണല്ലോ ഈ പറയുന്ന ദേഷ്യം. പക്ഷേ നമ്മൾ അതിനെ ഫലപ്രദമായി ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ നമ്മുടെ ജീവിതം തന്നെ താറുമാറായി പോകാൻ പര്യാപ്തമാണ് അത്. അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മൾക്ക് എങ്ങനെ അവയെല്ലാം അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഫലപ്രദം രാവിലെ ഞങ്ങൾക്ക് പകർന്നു നൽകി. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാഡം പറഞ്ഞ സ്മെല്ലാണ്. നമ്മൾ എത്ര ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴാണെങ്കിലും നമ്മുടെ സമയത്തെ സ്മെല്ല് നോക്കി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ദേഷ്യം എന്ന് പറയുന്ന ആ ഒരു സംഭവം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടുണ്ടാവും. നല്ല അവതരണമായിരുന്നു. നല്ല നല്ല രീതിയിൽ എല്ലാവരും പറഞ്ഞ പോലെ നല്ല ശാന്തസുന്ദരമായി അതങ്ങ് ഒഴുകി ഞങ്ങൾക്ക് പകർന്നു നൽകി. എല്ലാ ഭാവങ്ങളും നേരുന്നു. ഓവർ ടു ചെയർ. താങ്ക് യു. താങ്ക് യു മധു സാർ. ശ്രീജന മാം പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ് അനുജ. ഗുഡ് മോർണിംഗ് ശ്രീജി. എല്ലാവരും പറഞ്ഞത് ഞാൻ കേൾക്കായിരുന്നു. കാരണം മറ്റുള്ളവർക്ക് ഒരു അവസരം വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മുടെ അസൈൻമെന്റിന്റെ ഭാഗമായിട്ടാണ് ഇതിൽ കയറിയതെങ്കിലും എന്താ പറയാ, എല്ലാവരും അഭിപ്രായം പറഞ്ഞപ്പോ എനിക്കൊരു ത്വര പറയാതിരിക്കാൻ നിവർത്തില്ലാതെ. ശരിക്കും ഒരു വെറൈറ്റി സെഷൻ തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ചിട്ട് നമ്മുടെ ആങ്കറിനെ കൈകാര്യം ചെയ്യാന്ന് പറയുമ്പോൾ എൻ്റയർലി ഡിഫറെന്റ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു തോട്ട് വന്നത് തന്നെ ഒരു മികച്ച ട്രെയിനർ ആവുന്നതിന്റെ ലക്ഷണം തന്നെയാണ്. ഓക്കെ, എനിവേ താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. പിന്നെ എല്ലാവരോടും കൂടി ഉള്ള ഒരു പ്രിവിലേജ് ആണ്. ഒന്ന് മാക്സിമം പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്താൽ ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാമായിരുന്നു. മനസ്സാർ എടുക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ അതൊന്ന് ചെയർമാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീജന മാം. ഷാദുലി സർ പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ്. അനുജ മാം അറിയോ? ഞാനേ ഓക്കെ. അപ്പൊ എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് എന്താ വെച്ചാല്, അന്നത്തെ ഒരു ZTWS നമുക്കൊരു സ്കിറ്റ് ഉണ്ടായിരുന്നല്ലോ. ഒരാൾ അച്ഛൻ മരിച്ചു വരുമ്പോഴുള്ള ആക്ഷൻ വണ്ടർഫുൾ ആയിട്ട് നല്ല രീതിയിൽ അത് എന്താ പറയാ പ്രസന്റേഷൻ നല്ല മികവോടുകൂടി കാഴ്ചവെച്ചാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത്. അപ്പോ എനിക്ക് ഈ സെഷന്റെ അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഇതാണ് എടുത്തു പറയാനുള്ളത്. നല്ലൊരു ട്രെയിനറാണ്. നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനുള്ള നല്ലൊരു സോണിന്റെ പ്രൊഫഷണൽ ട്രെയിനറാണ്. ഇപ്പോ ഈ ഏറ്റവും നല്ലൊരു ട്രെയിനറായിട്ട് തീർച്ചയായിട്ടും നമ്മളെ മുമ്പില് വരും എന്നുള്ളൊരു വിശ്വാസം കൂടി ഉണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വളരെ സന്തോഷം. ഒത്തിരി പേര് 10-14 പേര് ഇന്ന് ഫീഡ്ബാക്ക് പറഞ്ഞു. സാറ്റർഡേ എന്നുള്ള ഒരു ദിവസം കൊണ്ടാണ് ഞാൻ ഇത്രയും സമയം കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ അതിലെല്ലാവരും സരിയാൻ ക്ഷമിക്കണം. കാരണം നമ്മളുടെ കോഫി ടോക്കിലേക്ക് വരുന്ന ഓരോ ട്രെയിനർമാരും ഇന്ന് അവർക്ക് കൊടുക്കുന്ന ഒന്നല്ലെങ്കിൽ അവരെക്കാളും മുകളിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ താഴെ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ താല്പര്യത്തോടുകൂടി ഇതിലേക്ക് വരുന്നവരുടെ ഫീഡ്ബാക്കാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. വളരെ സന്തോഷം. അതുപോലെ തന്നെ ചിരി ചിന്ത വിജ്ഞാനം എന്ന ഒരു പ്രോഗ്രാം കൂടി അനുജ മാം ഇവിടെ ഉണ്ട്, നമ്മളുടെ ക്വിസ് മത്സരം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് നേരം കൊണ്ട് അതിന്റെ ഉത്തരം കിട്ടും. ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ വേഗതയാർന്ന ഉത്തരവും കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട കുന്നത്ത് മനോജ് സാറിന് ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം മനോജ് സാർ. താങ്ക് യു ചെയർമാൻ. മനോഹരമായ ഒരു സെഷന് ശേഷം ഒരു ചെറിയൊരു ചോദ്യമാണ് ചോദിക്കാറ്. എല്ലാ സെഷന് ശേഷവും ചോദ്യം. അത് സെഷനുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. അണ്ടർ ദ സൺ സൂര്യന് താഴെയുള്ള എല്ലാ വിഷയത്തെ കുറിച്ച് നമ്മൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അത് ചിരിയായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം, ചിന്തിക്കാനുള്ളതായിരിക്കാം, വിജ്ഞാനം നൽകുന്നതായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും കുസൃതി ചോദ്യങ്ങൾ ആയിരിക്കാം. അപ്പോ പുതിയ വന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ചാറ്റ് ബോക്സിലൂടെ മാത്രം നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. പിന്നെ ഇതുവരെ നടന്ന മത്സരങ്ങളിൽ ഈ ആഴ്ചത്തെ വിന്നേഴ്സ് അബ്ദുൾ റൌഫ് സാർ 200 പോയിന്റ്സ്. അദ്ദേഹം ഇതിലുണ്ടോ ഇല്ലേ? റൌഫ് സാർ ഉണ്ടോ? ഓക്കെ. രഞ്ജിത്ത് മാർക്കോസ് സാർ 100 പോയിന്റ്സ്, ബേബി മാഷ് 100 പോയിന്റ്സ്, ഷിനു വർക്കല 100 പോയിന്റ്സ്. ഇവരെല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു. എനിവേ, ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തത്. രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാം. ആ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം.
കണ്ടോ? നിങ്ങളൊരു പിക്ചർ കണ്ടില്ലേ? യെസ് സാർ. അതില് ഈ മാസത്തെ ഡേറ്റുകളാണത്. 5-ാം തീയതി ബുധനാഴ്ച, 1-ാം തീയതി സാറ്റർഡേ, അങ്ങനെ ഡേറ്റുകളാണ്. പക്ഷെ ഇതിൽ 5 എണ്ണത്തിൽ ഒരെണ്ണം തെറ്റാണ്. ആ തെറ്റ് ഏതാണെന്ന് മെൻഷൻ ചെയ്താൽ മതി ചാറ്റ് ബോക്സിലൂടെ. ഏതാണ് ആ തെറ്റായിട്ടുള്ള ഡേറ്റ്? മനസ്സിലായി കാണും അല്ലെ? ഈ മാസത്തെ ഡേറ്റുകളാണ്, ഒരെണ്ണം റോങ് ആണ് അതിൽ. യു ക്യാൻ സ്റ്റാർട്ട് നൗ. ഞാനൊന്ന് നോക്കി പോട്ടെ. ഇതില് ഡി എന്ന് എഴുതിയാൽ ശരിയാവില്ല വിനോദ് കുമാർ സാർ. കാരണം അങ്ങനെ നമ്മൾ ABCD കൊടുത്തിട്ടില്ല. അതിൽ ആ ഡേറ്റ് ആണ് നോക്കേണ്ടത്. അപ്പോ ഉദയൻ ആണ് ശരിയായ ആദ്യത്തെ ആൻസർ ചെയ്തിരിക്കുന്നത്. 21 തെറ്റ്. ഓക്കെ, 21-ാം തീയതി സാറ്റർഡേ അല്ല, ഫ്രൈഡേ ആണ്. ഓക്കെ, സോ ദ വിന്നർ ഈസ് ഉദയൻ. അദ്ദേഹം ഫോട്ടോ അയച്ചു തരണം. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കും. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ടു ദ സ്റ്റാർ ഓഫ് ദ ഡേ. ഓവർ ടു ചെയർമാൻ. താങ്ക് യു മനോജ് സാർ. വളരെ വേഗതയാർന്ന ക്വസ്റ്റ്യൻ ആണ് കൈമാറിയത്. അതുപോലെ തന്നെ പെട്ടെന്നുള്ള അതിനുള്ള ആൻസറും കിട്ടി. മനോജ് സാർ സ്ക്രീൻ ഷെയർ ഒന്ന് ക്യാൻസൽ ചെയ്യും. ഓക്കെ, താങ്ക് യു. ഉദയൻ സാർ, കൺഗ്രാറ്റുലേഷൻസ്. കുറെ കാലത്തിന് ശേഷമാണ് നിങ്ങളൊന്ന് കാണാൻ പറ്റുന്നത്. എന്തായാലും കോഫി ടോക്കിൽ ഇപ്പൊ 2 ദിവസം മുന്നേ ഒരുപാട് ആളുകൾ വന്ന കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. വളരെ സന്തോഷം. അനുജമ്മ, കോഫി ടോക്കിന്റെ ഒരു 1000ാമത്തെ ദിവസം വരുന്നുണ്ട് സെപ്റ്റംബർ 12, 13 എല്ലാവരും മസ്റ്റ് ആയിട്ടും വരണം. അനുജമ്മനെയും എല്ലാവരെയും ക്ഷണിക്കണം. നമ്മളുടെ മനസ്സില് സ്നേഹം കൂടുതലുള്ളിടത്ത് നമുക്ക് എല്ലാ ഭാഗത്തും വിജയമാണ്. അതിനനുസരിച്ച് തന്നെ ദേഷ്യം എത്രത്തോളം ഉണ്ടോ നമ്മുടെ എല്ലാ തലത്തിലും നമ്മൾ പരാജിതനാണ്. അത് ബിസിനസ് ആയിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, സൗഹൃദമായിക്കോട്ടെ, പബ്ലിക്കിൽ എവിടെയും നമ്മൾ ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, നമ്മൾ പരാജിതനാണ്. അവര് പെട്ടെന്ന് മനുഷ്യന് എത്ര ജഡ്ജ് ചെയ്യാത്തവനാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ജഡ്ജ് ചെയ്യും. ഇന്നത്തെ അങ്ങനത്തെ ഒരു ടോപ്പിക്കുമായിട്ടാണ് മാഡം ഇന്ന് വന്നത്. ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞത്. വളരെ സന്തോഷം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഇതിലേക്ക് വന്ന് ഇന്ന് നിങ്ങളുടെ വലിയൊരു ടൈമാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാനും മനസ്സിലാക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ട് കണ്ണൂരിലെ തലശ്ശേരിയിലെ നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജസ്മി മാമിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ ജസ്മി മാം ഈ കോഫി ടോക്കിലൂടെ ഉയർത്തി എഴുന്നേറ്റ് വന്നതെന്നൊക്കെയും പറയാം. എന്താണെന്നുണ്ടെങ്കിൽ വളരെ ശാന്തമായിരുന്ന ആള് ഇപ്പോ ചടുലമായ വാക്കുകളൊക്കെയാണ് ഡെലിവറി ചെയ്യുന്നത്. പ്ലീസ് വെൽക്കം ജസ്മി മാം. ചെയർമാൻ, അസീസ് ഭായിയുടെ ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ. യെസ് മനോജ് സാർ, അത് നിങ്ങൾ വായിക്കാൻ നല്ലത്. വാക്കുകൾ കൊണ്ട് വാചാലം അടിക്കുമെങ്കിലും ചില വാക്കുകൾ കടിച്ചപ്പെട്ടു. വോട്ട് ഓഫ് താങ്ക്സിന് ശേഷം പോരെ. യെസ്, ഓക്കെ, പ്ലീസ് വെൽക്കം ജസ്മി മാം. താങ്ക് യു ചെയർമാൻ. ഇന്ന് നന്ദി പറയാൻ അവസരം നൽകിയതിൽ വളരെ നന്ദി. കോഫി ടോക്കിന്റെ 969 ദിവസം വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ സഹകരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വളരെ മികച്ച രീതിയിൽ നേതൃത്വം നൽകിയ നമ്മുടെ ആദരണീയായ ചെയർമാൻ ഉസ്മാൻ സാറിനെ ആദ്യമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ വിഷയം വളരെ ലളിതമായും പ്രയോജനപ്രദവുമായി നമുക്ക് നൽകിയ അനുജ മാമിനെ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. കോഫി ടോക്കിന്റെ ഫൗണ്ടറായ ഇഷാം സാറിന് ബഹുമാനപൂർവ്വം നന്ദി അറിയിക്കുന്നു. കോർഡിനേറ്റർമാരായ മുജീബ് സർ, ശ്രീജിത്ത് സർ, രേഖ മാം, ഇവരോട് ഓരോരുത്തരോടും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്വിസ് മാസ്റ്ററായ മനോജ് സാറിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. എല്ലാ പ്രസിഡന്റ്സ്മാരായ നിതിൻ സർ, ജിനി മാം, ബഹുമാനപൂർവ്വം നന്ദി അറിയിക്കുന്നു. രാവിലെ തിരക്കുകളുടെയിലും നമ്മൾ സമയം കണ്ടെത്തി പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ജസ്മി മാം. പുരോഗമനം കോഫി ടോക്കിന്റെ അസറ്റായിട്ട് മാറുന്നുണ്ട് നിങ്ങൾ. അതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളും ഇതുപോലെ ഒരു ദിവസം ചെയർമാനും അതുപോലെ തന്നെ കോഫി ടോക്കിൽ ഒന്ന് ട്രെയിനിങ് ഒക്കെ എടുക്കുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടി ഇരിക്കുന്നു. കാരണം ശനിയാഴ്ച നമ്മൾ ഒത്തിരി നേരമായി ഫീഡ്ബാക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വളരെ ഭംഗിയായിട്ടാണ് ഫീഡ്ബാക്ക് പറഞ്ഞത്. ഇതിന്റെ പിന്നിൽ ഒരത്രം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഓരോ കോർഡിനേറ്റർമാരും പ്രവർത്തിക്കുന്നത്.
അവരെ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ദിനവും 969 ദിവസം അവരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഹിഷാം സാർ തുടങ്ങി വെച്ചതാണ്. അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിട്ടാണ് ബാക്കി എല്ലാവരും ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാളല്ലെങ്കിൽ ഒരാൾ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ ഈ കോഫി ടോക്കിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ശരിക്കും ഇതിലേക്ക് കയറാതിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉമ്മാക്കോ അല്ലെങ്കിൽ ഉപ്പാക്കോ അല്ലെങ്കിൽ നമ്മളെ കൂടപ്പുറപ്പിനോ ആരെങ്കിലും ഒരാളെ മിസ് ചെയ്യുന്ന പോലെയാണ് ഇതിൽ കോഫി ടോക്കിൽ ഒരു ദിവസം കയറാതിരുന്നു കഴിഞ്ഞാല്. ഇത് ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദ പ്രോഗ്രാം ഇൻ കണക്ഷൻ വിത്ത് 7 AM കോഫി ടോക്ക് ഈസ് ഹിയർ ബൈ അഡ്ജന്റ്. താങ്ക് യു ഓൾ. ഓക്കെ, ബൈ, സീ യു. അസീസ് ഭായിയുടെ മെസ്സേജ് ഞാനൊന്ന് വായിക്കാം. ആസിസ് ഭായിന്റെ മെസ്സേജ് ഒന്ന് വായിക്കൂ നിങ്ങൾ. ദേഷ്യം ദോഷത്തിലെത്തി ക്ലേശപ്പെടാതിരിക്കാൻ ആശയമുള്ളവർക്ക് ലേശം ആശ്വാസമേകും വിധം ഊഷ്മളമായുള്ള ഈ വാക്കുകൾ കേൾക്കുകയിൽ ശേഷം ശമിച്ചിടും മോശമാം വാശിയും. ക്രോധത്തിനെതിരായുള്ള വേദാന്ത ചിന്തകളാൽ ഈ സുപ്രഭാതം ധന്യം. നന്ദി, സ്നേഹം. JC അസീസ് വിളംബരം, JC കോട്ടക്കൽ. താങ്ക് യു അസീസ് സാർ. ഞാനത് കാരണമാണ് മനോജേട്ടനോട് വായിക്കാൻ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളെ വാക്കിൽ വല്ല പിഴവുകളും വന്നു കഴിഞ്ഞാൽ പിന്നെ ആ നാവ് എടുത്തിട്ട് നേരാക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു.